ഊഷ് ഊഷ്. ഗുരുത്വാകർഷണ നിയമം അനുസരിച്ച് മാങ്ങ താഴേക്കല്ലേ വീഴേണ്ടത്? ഇതിലെന്തോ കുഴപ്പമുണ്ട്. അപ്പൂപ്പനോട് ചോദിക്കാം. വൈകാതെ. മനസ്സിലായടാ, അത് കൊതിയും ഭൂതത്തിന്റെ വേഗമോ? അതേടാ, പഴക്കൊതിയൻ ഭൂതം. ആ മേഘത്തിലാ താമസം. പഴമുള്ള മരത്തിന് മുകളിൽ ആ മേഘം എത്തിയാൽ കുറെ പഴങ്ങൾ മേഘത്തിലേക്ക് പറന്നു ചെല്ലും. അവനത് സ്റ്റോക്ക് ചെയ്യും. മാത്രമല്ല, ആരെങ്കിലും പഴം കൊടുത്താൽ അവൻ എന്തു കാര്യവും ചെയ്തു തരും. നീ നീ ചെല്ലടോ, എന്നിട്ട് നല്ല പഴങ്ങളുള്ള മരം കാണിച്ചു കൊടുക്ക്. പറ്റിയ മരം കണ്ടെത്തി അങ്ങോട്ട് വഴി പറഞ്ഞു കൊടുത്താ മതി. അവൻ അങ്ങോട്ട് മേഘം പറത്തും. പഴം പറന്നു ചെല്ലും. അവൻ ഹാപ്പിയാകും. എന്നിട്ട് നമ്മുടെ ആവശ്യം പറയാം. ആ പിള്ളേരുടെ വീട്ടിലേക്ക് കല്ലെറിയുക. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വൈകാതെ. വെരി ഗുഡ്. എവിടെയാ? ഞാൻ വഴി കാണിക്കാം. അവിടെ എത്തിയാൽ മതി. പഴം ഇങ്ങോട്ട് പോന്നോളും. മാവിനു മുൻപേ മറ്റൊരു മരം എത്തിക്കാം. ഓം ഹ്രീം പറ പറ. അതോടെ ഒരു പ്ലാവ് ഇങ്ങോട്ട് പറന്നു വരുന്നു. പ്ലാവോ പറന്നു വരുന്നോ? എനിക്ക് ചക്ക ഇഷ്ടമല്ല. ഊഷ്. അയ്യോ, ഒഴിഞ്ഞു മാറിയാലും പ്ലാവ് പിന്നാലെ വരുന്നു. അയ്യോ, ചക്ക തലയിലിടിച്ചു. ഊഷ് ഊഷ്. അന്നോളം മോനെ, കുഴപ്പം കൊണ്ട് ഗെറ്റ് ഔട്ട്. ഇനി പ്ലാവിനെ മടക്കി അയക്കാം. ഇതെന്താ? കടുവയോ? അയ്യോ, അവൻ എന്നെ കണ്ടു. അയ്യോ, ചേട്ടാ, ഞാൻ എന്തിനാ ഓടുന്നത്? ഇവനെ മന്ത്രം ചൊല്ലി മയക്കിയാൽ പോരെ? ബിം ബോം സ്റ്റാച്ചു. അതേറ്റു. ഇവന്റെ പുറത്ത് എങ്ങനെ ആമത്തോട് വന്നു? ഏയോട് ചോദിക്കാം. അയ്യടാ, കിട്ടി. ഡാർക്കോണി എന്ന ഗുഹയിൽ കാണുന്ന ആമത്തോട് തൊട്ടാൽ മുതുകത്ത് ആമത്തോട് പ്രത്യക്ഷപ്പെടും. അയ്യടാ, ഡാർക്കോണി ഗുഹയുടെ ലൊക്കേഷനും ഉണ്ട്. ഇവിടെ അടുത്താണല്ലോ. കുട്ടൂസനെ വിളിച്ച് കാര്യം പറയാം. അതെ, ആ ആമത്തോട് കിട്ടിയാൽ പലരെയും ആമയാക്കാം കുട്ടൂസ. പ്രത്യേകിച്ച് ആ രാജുവിനെയും രാധയെയും. മായാവി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ആമത്തോട് ഡാങ്ങിനിക്ക് കിട്ടിയാൽ കുഴപ്പമാകും. ഒരു സൂത്രം ചെയ്യാം. മായാവി ഡാർക്കോണി ഗുഹയിലെത്തി. ഇതുതന്നെ, ആമത്തോട് പറത്തിക്കൊണ്ടു പോകാം. എന്നിട്ട് വൈകാതെ. ലൊക്കേഷൻ അനുസരിച്ച് ഇവിടെ എവിടെയോ ആണ് ഡാർക്കോണി ഗുഹ. അതല്ലേ? ഇതിനകത്ത് തോടൊന്നും കാണാനില്ലല്ലോ. ഗൂഗിൾ മാപ്പിന്റെ കുഴപ്പമാണോ? ഡാങ്കിനി ഗുഹയിൽ തൊട്ടതും അയ്യോ, ആമത്തോട്. മായാവി ആമത്തോട് വലുതാക്കിയ കാര്യം ഡാങ്കിനി അറിഞ്ഞിരുന്നില്ല. ചതിച്ചോ? ഇത് ഗുഹയല്ല, ആമത്തോടാ.